Hello viewers, welcome back again. You are watching Man and Machine. Man and Machine മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ Realme X3 SuperZoomന്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അൺബോക്സിങ് എൻ്റെ ചാനലിൽ തന്നെ ഉണ്ടായിരുന്നു. കാണാത്തവർ ഞാനിവിടെ ഒരു കാർഡ് ഇട്ടിരിക്കും. ഓക്കെ, ഇവിടെ വരും കാർഡ്. ആ കാർഡ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കാണുക. അപ്പോൾ അതിൻ്റെ തന്നെ ക്യാമറ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അൺബോക്സിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു Realme SuperZoom എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഫീച്ചറുമായിട്ടാണ് ഈ ഫോൺ ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ക്യാമറ ഫീച്ചർ എത്രത്തോളം ഗുഡാണ് എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ട പ്രത്യേക ഒരു വീഡിയോ ഞാൻ ഇടുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ക്യാമറ റിവ്യൂവിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട ഈ സീക്വൻസ് റിയൽമിയിലാണ് ഷൂട്ട് ചെയ്തതെങ്കിൽ എങ്ങനെയെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആ വിഷ്വൽസാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് അഗെയിൻ. യു ആർ വാച്ചിങ് മാൻ ആൻഡ് മെഷീൻ. മാൻ ആൻഡ് മെഷീനിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ Realme X3 SuperZoomന്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അൺബോക്സിങ് എൻ്റെ ചാനലിൽ തന്നെ ഉണ്ടായിരുന്നു. കാണാത്തവർ ഞാനിവിടെ ഒരു കാർഡ് ഇട്ടിരിക്കും. ഓക്കെ, ഇവിടെ വരും കാർഡ്. ആ കാർഡ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കാണുക. അപ്പോൾ അതിൻ്റെ തന്നെ ക്യാമറ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അൺബോക്സിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു Realme SuperZoom എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഫീച്ചറുമായിട്ടാണ് ഈ ഫോൺ ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ക്യാമറ ഫീച്ചർ എത്രത്തോളം ഗുഡാണ് എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ട പ്രത്യേക ഒരു വീഡിയോ ഞാൻ ഇടുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ക്യാമറ റിവ്യൂവിലേക്ക് പോകാം. ഓക്കെ, നമുക്കപ്പോൾ ഈ ക്യാമറയുടെ 60x സൂമിങ് കപ്പാസിറ്റി എങ്ങനെയുണ്ടെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ആ ഒരു വിഷ്വൽസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ 60xൽ സൂം ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ റിയൽമി ക്യാമിനെ. എന്നിട്ടൊരു വിഷ്വൽസ് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കണം, ആ ദൂരെ കാണുന്ന രണ്ടാമത്തെ ടവറിൻ്റെ അടുത്തിരിക്കുന്ന വീട്ടിലെ വിഷ്വൽസാണ് കുറച്ച് മുമ്പ് നിങ്ങൾ സ്ക്രീനിൽ കണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു സൂമിങ് കപ്പാസിറ്റി എത്രത്തോളം പവർഫുള്ളാണെന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫെസിലിറ്റി വൈൽഡ് ഫോട്ടോഗ്രാഫി, പ്രത്യേകിച്ച് മൊബൈൽ ഫോണിൽ വൈൽഡ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും. കാരണം ബേർഡ്സിൻ്റെയൊക്കെ ലോങ് റേഞ്ചസ് ഷോട്ടൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ സഹായമായിരിക്കും. അപ്പോൾ ഇത് തന്നെയാണ് റിയൽമി എയിം ചെയ്തിരിക്കുന്ന ഈ ഫോണിൻ്റെ പ്രധാന ഫീച്ചർ. അപ്പോൾ നമുക്ക് ഇനി ഈ റിയൽമി ഫോണിലുള്ള ബാക്കിയുള്ള ഫീച്ചേഴ്സിനെ പറ്റി നോക്കാം. അപ്പോൾ ക്യാമറ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് വിഷ്വൽസും കുറച്ച് സീക്വൻസും ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് നമ്മളിനി അടുത്തതായിട്ട് പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് Realme X3 SuperZoomലെടുത്ത വീഡിയോ ആണ്. അതായത് ഫ്രണ്ട് ക്യാം യൂസ് ചെയ്തെടുക്കുന്ന വീഡിയോ. അതേപോലെ തന്നെ ഒരു മൈക്ക് ഞാൻ ഇതിൽ വെച്ചിട്ടില്ല. ഇതിൻ്റെ തന്നെ മൈക്കാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, ഈ ഫോണിൻ്റെ തന്നെ. അപ്പോൾ ഓഡിയോ ക്വാളിറ്റിയും ഒരുവിധം നല്ല രീതിയിലുള്ള ഒരു സെറ്റ് തന്നെയാണ്. അപ്പോൾ എനിക്ക് ഇനിഷ്യലി ഇത് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒരു വീഡിയോ ക്വാളിറ്റി ബാക്കിയുള്ള സെറ്റുകൾ, അതായത് 30K വരുന്ന ബാക്കിയുള്ള സെറ്റുകളെ അപേക്ഷിച്ച് കുറച്ച് ബെറ്റർ തന്നെയാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബാക്കിയുള്ള എക്സ്ട്രാ വിശേഷങ്ങളും ഇത്രയും നാളും ഞാനിത് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള വിശേഷങ്ങളുമെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ. ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഫ്രണ്ട് ക്യാമിലെടുത്ത പിക്സാണ്. ഇതിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ബാക്ക്ഗ്രൗണ്ട് കളർ റീപ്രൊഡക്ഷൻ വളരെ മോശമാണ്. സോഫ്റ്റ്വെയറിൻ്റെ ഇൻഫ്ലുവൻസ് വളരെ കൂടുതലാണ് ക്യാമിൽ. ഒരു ജനറലായിട്ട് ഒരു ജെന്യുവൻ പിക്കല്ല തരുന്നത്. സോഫ്റ്റ്വെയർ സൈഡിൽ നിന്ന് ഇമ്പ്രൂവ് ചെയ്ത് വൈറ്റ് ടൂണൊക്കെ കയറ്റിയ ഒരു ഫോട്ടോയാണ് നമുക്ക് കിട്ടുന്നത് ഫ്രണ്ട് ക്യാമിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് ക്യാമിൻ്റെ സെൽഫി പിക്സ് അത്ര ബെറ്റർ അല്ല. എന്നിരുന്നാലും ബാക്ക് ക്യാമിനെ പറ്റി എനിക്ക് ഒരു കുറ്റവും ഇതിനകത്ത് പറയാനില്ല. അപ്പോൾ ക്യാം മെയിൻ എയിം ചെയ്യുന്നവർ സെൽഫിയാണ് എയിം ചെയ്യുന്നതെങ്കിൽ ഈ ഫോൺ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് മാറും. അതർവൈസ് ഈ ഫോൺ ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളിതിൻ്റെ ബാക്ക് ക്യാമിൻ്റെ വീഡിയോ ക്വാളിറ്റി, ഫ്രണ്ട് ക്യാമിൻ്റെ വീഡിയോ ക്വാളിറ്റി കണ്ടു. ഇതിലേറ്റവും എടുത്തു പറയേണ്ടത് ഇതിൻ്റെ 60x സൂമിങ് കേപ്പബിലിറ്റിയാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്ന പല സീക്വൻസുകളും, അതായത് ഇത് നല്ല ദൂരെയാണ്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ടവറിൻ്റെ അപ്പുറത്തുള്ള ടവറിൻ്റെ വിഷ്വൽസ് നമുക്ക് ഈ ഫോണിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റും. ക്ലാരിറ്റി അത്രയും പക്കയല്ല, പക്ഷേ എന്നിരുന്നാലും ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത്രയും സൂമിങ് കേപ്പബിളാണ് ഈ ഫോണെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ക്യാമറ ഫീച്ചർ അവർ മെയിൻലി പറയുന്നത് ഇത് തന്നെയാണ്, സൂപ്പർ സൂം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ സൂം ചെയ്ത്
വിഷ്വൽസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇത്രയും സൂമിംഗ് ഒന്നും വേണ്ടെങ്കിൽ പോലും നമുക്ക് ഓൾറെഡി ഫോട്ടോഗ്രാഫിക്ക് വേണ്ട സൂമിംഗ് കേപ്പബിലിറ്റി ഉള്ള ഒരു ഫോൺ തന്നെയാണിത്. പിന്നെ ഇതിൻ്റെ എക്സ്ട്രാ ഫീച്ചേഴ്സും കൂടെ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം കുറച്ച് നാളായിട്ട് ഇതെൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കളർ വൈസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പൊളി കളർ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് പറയാനാണെങ്കിൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ്. ഗെയിമിംഗ് എക്സ്പീരിയൻസ് അസാധ്യം എന്ന് പറയണം. പിന്നെ ഇതിലുള്ള കുറച്ച് ഡിഫക്ട്സ്, എനിക്ക് തോന്നിയ കുറച്ച് പ്രശ്നങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആമലോഡ് ഡിസ്പ്ലേ അല്ലാത്തതാണ്. ഇത് LCD ഡിസ്പ്ലേ ആണ്. നമുക്ക് ചില സമയങ്ങളിൽ ആ ഒരു ഫീല് കിട്ടില്ല, ഒരു സ്മൂത്ത്നെസ് 120 Hz ഒക്കെ ഉണ്ടെങ്കിലും ആ ഒരു ഫീല് കിട്ടില്ല. ബ്രൈറ്റ്നസ് നമ്മൾ കൂട്ടിയിടേണ്ടി വരുന്നു. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ചിലപ്പോൾ ആമലോഡ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നൊരു വ്യക്തി ആയതുകൊണ്ടാവാം എനിക്കങ്ങനെ തോന്നിയത്. അല്ലാത്തൊരാൾക്ക് ആ ഒരു പ്രശ്നം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, പിന്നെ ഗെയിമിങ്ങിന് ഒരു 5 hour വരെ നമുക്ക് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ഗെയിമിംഗ് നടത്തുകയാണെങ്കിൽ പോലും. COD പോലത്തുള്ള ഗെയിം കളിക്കുകയാണെങ്കിൽ ഒരു 4.5 hour നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിൻ്റെ ഒരു ബാറ്ററി ബാക്കപ്പ് കിട്ടും. പിന്നെ ഇതിൻ്റെ വീഡിയോ സെറ്റിങ്സ് വരികയാണെങ്കിൽ 4K ഷൂട്ടിംഗ് അവൈലബിൾ ആണ്. അതും 60 and 30 FPS എന്നിങ്ങനെ രണ്ടൊരു ചോയ്സ് നമുക്ക് ഇതിനകത്ത് സെറ്റിങ്സിൽ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും നല്ലൊരു ഫീച്ചർ തന്നെയാണ്. അപ്പോൾ 30Kക്കകത്ത് 4K ഷൂട്ടിംഗ്, സൂപ്പർ സൂം, ഗെയിമിംഗ് എക്സ്പീരിയൻസ്, ഇങ്ങനെ എല്ലാം കൂടെ ഉള്ളൊരു കംപ്ലീറ്റ് പാക്കേജാണ് ഈ റിയൽമിയുടെ ഫോൺ. ഒരു ആമലോഡ് ഡിസ്പ്ലേ അല്ല എന്നുള്ള ഒറ്റൊരു കാരണം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യത്തിലും ഈ ഒരു റിയൽമിയുടെ ഫോണ് അവർ പറയുന്ന എല്ലാ ഫീച്ചറും ഇതിൽ പക്കയായിട്ട് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ 30Kക്കകത്തുള്ള ബെസ്റ്റ് ഫോൺസിൽ ഏറ്റവും ടോപ്പ് തന്നെയാണ് ഇതെന്ന് ഞാൻ പറയും. അപ്പോൾ റിയൽമി X3 SuperZoom വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ സപ്പോർട്ടാണ് എൻ്റെ ഒരു പ്രചോദനം. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് എനിക്ക് അത്രത്തോളം വലുതുമാണ്. അപ്പോൾ മറക്കാതെ ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഇറ്റ്സ് മീ നന്ദു സൈനിങ് ഔട്ട്. സോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് റിയൽമി X3 SuperZoomൻ്റെ ക്യാമറ വിശേഷങ്ങളും കൂടാതെ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിലിങ്ങുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട്, നിങ്ങളുടെ ഓരോ ഉണ്ടായിരിക്കും പറയാം. അപ്പോൾ റിയൽമിയുടെ ഫോണ് അവർ പറയുന്ന എല്ലാ ഫീച്ചറും ഇതിൽ പക്കയായിട്ട് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് റിയൽമിക്കൊരു വലിയ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാം പറഞ്ഞത് പറയും. അപ്പോൾ 30Kക്കകത്ത് നമുക്കറിയാം OnePlus Nord, പിന്നെ ഗൂഗിൾ പിക്സൽ, പിന്നെ ആ റേഞ്ചിൽ വരുന്ന വേറെ ഫോൺ